ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗോപാലേട്ട, ഈശ്വരൻ നമ്മളെ വീണ്ടും വീണ്ടും പരീക്ഷിക്കുക. ഈ നസീറിന്റെ കേസ് നമുക്കൊരു തീരാ തലവേദനയാണല്ലോ. നീ വിഷ്ണുവിനോട് സൂക്ഷിക്കാൻ പറയണം. മകൻ നഷ്ടപ്പെട്ടതിന്റെ പക മുഴുവനും അവൻ നമ്മുടെ വിഷ്ണുവിനോട് തീർക്കും. അത് തീർച്ചയാണ്. ബ്രോ, ഈ പണം അമ്മ ഏൽപ്പിക്കേണ്ടത് നീ തന്നെയാ. നീ ഹൈദ്രൂസിനെ തിരിച്ചടിച്ച് വാങ്ങിച്ചു തന്നെയാന്ന് പറയണം. കാരണം ഇനി മുതൽ നീ തന്നെ ആയിരിക്കണം ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ നോക്കേണ്ടത്. ബ്രോ, എന്നെ കൊണ്ടതിന് കഴിയോ? കഴിയണം. അളമുട്ടിയ ചേരയും കടിക്കുന്നു പറയാറില്ലേ, അതുപോലെ ആക്കണം നിന്റെ മനസ്സ്. എടാ, അടി കൊടുത്തേ പണം കിട്ടുമെന്നെങ്കിൽ അടി കൊടുത്തിട്ട് തന്നെ വാങ്ങണം. പിന്നെ മുന്നും ഇത് നോക്കരുത്. നോക്കിയാ പിന്നെ നമ്മൾ പതറിപ്പോവും. പതറിപ്പോയാ പിന്നെ ഈ ജോലി ചെയ്തിട്ടൊരു കാര്യമില്ല. നമ്മൾ പരാജയപ്പെടും. ജയപരാജയങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരിക്കലും ഈ പണിക്കിറങ്ങരുത്. ഇറങ്ങിയാൽ നമ്മുടെ കയ്യിലേക്ക് നിൽക്കില്ല. ബ്രോ, പൂർണ്ണമായിട്ട് തന്നെ ഏൽപ്പിക്കുകയാണോ? എടാ, നമ്മുടെ ബിസിനസ് നമ്മളല്ലാതെ മറ്റാരും നടത്തിക്കൊണ്ട് പോവുക. എടാ, അമ്മയ്ക്കൊരു കൈസായത്തിന് ഞാനില്ലെങ്കിൽ നീയാ ഉണ്ടാവണ്ടേ. ഒരു വയറ്റി ജനിച്ചില്ലെന്നേ ഉള്ളൂ. നീ എന്റെ അനിയൻ തന്നെയാ. ഇനി മുമ്പോട്ടും അങ്ങനെ തന്നെ ആവും വേണം. ബ്രോ ഉണ്ടല്ലോ എന്റെ പിന്നിലെ, ഞാൻ ശ്രമിക്കാം. എന്റെ മുന്നിലും നീയാ ഉണ്ടാവണ്ടേ. എനിക്കിനി നിന്റെ നിഴലായി മാറാനേ കഴിയുള്ളൂ. നീ വന്നേ, പണം അമ്മയ്ക്ക് കൊടുക്കാം. അമ്മയ്ക്ക് സന്തോഷമാട്ടോ. വാ. പിള്ളേ, ആ വർഷോപ്പുകാരന്റെ പൈസ ഇതുവരെ കിട്ടിയില്ലല്ലോ. അത് വിഷ്ണു കുഞ്ഞ് അയാൾക്ക് കുറച്ച് സാവകാശം കൊടുത്തിരുന്നു സത്യാമ്മി. അയാളുടെ കുഞ്ഞിനെന്തോ അസുഖമാണെന്ന് പറയുന്നത് കേട്ടു. ഈയിടെയായിട്ട് അവന് കുറച്ച് ദീനാനുകമ്പ കൂടുന്നുണ്ട്. ആ, ദേ വിഷ്ണു കുഞ്ഞ് വന്നല്ലോ. ആ, എവിടെ കൂടറ? അതെ, ഇത് ഹൈദ്രോസിന്റെ പണമാ. അല്ല, ഇവൻ തന്നെ അടിച്ചു വാങ്ങിച്ചാ. ഞാൻ ഒന്ന് കൂടെ വന്നേ ഉള്ളൂ. അങ്ങനെ വേണം. സത്യഭാമ വളർത്തിക്കൊണ്ടുവന്നത് പൂച്ചക്കുട്ടികളെ അല്ല, 2 പുലിക്കുട്ടികളെ തന്നെയാണെന്ന് അവനൊന്ന് മനസ്സിലാക്കട്ടെ.